ഞാൻ മുല്ലത്രം ഡാലി മുക്കാഞ്ചിരം അഥവാ സോമൻ ഭോപ്പാൽപുര. ഒന്ന് കേട്ടിട്ട് പോ 31 ഭാഗം. ഒന്ന് കേട്ടിട്ട് പോ ഭാഗം 31. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതകാല സമയത്ത് ഒരുപറ്റം ആളുകൾ കർത്താവായ യേശുക്രിസ്തുവിനെ ശത്രുവായി കണ്ടിരുന്നു. മറിച്ച് അവൻ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ഇവൻ മരിക്കേണ്ടവനാണ് എന്ന് പോലും മനസ്സിൽ കരുതിയിരുന്ന ഒരു പറ്റം ആളുകളുണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തു ആരാധന ആലയത്തിലേക്ക് ചെന്ന് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന, ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പറ്റം ആളുകളെ ചാട്ടവാറ് കൊണ്ടടിച്ച് അവരെ ആലയത്തിന് പുറത്താക്കി. ആ കച്ചവടം ചെയ്തിരുന്നവർ അവരുടെ വരുമാന മാർഗം നിലച്ചപ്പോൾ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് വിചാരിക്കാനാവുമോ? അവർ ക്രിസ്തുവിന് വിരോധികളായി, ശത്രുക്കളായി. ഇവൻ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് അവർ ആഗ്രഹിച്ചെങ്കിൽ അത് തെറ്റാണ്. കാരണം അവരുടെ വരുമാന മാർഗമാണ് ക്രിസ്തു ഇല്ലാതാക്കിയത്. ഒരു ആലയം, അതിനുള്ളിൽ കച്ചവടം നടത്തിയിരുന്ന മുഴുവൻ മനുഷ്യരെയും യേശുക്രിസ്തു അടിച്ച് പുറത്താക്കി. ഒരു പറ്റം ശത്രുക്കളെ അവിടെ സൃഷ്ടിച്ചു. 3 ദിവസം കൊണ്ട് ആലയം പൊളിച്ച് ഞാൻ പണിയുമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഒരു പറ്റം ആളുകൾ വീണ്ടും ശത്രുക്കളായി. ഇവൻ എന്തൊക്കെയായി വിളിച്ച് പറയുന്നത്? 3 ദിവസം കൊണ്ട് നമ്മുടെ ഈ ആലയം പൊളിച്ചു കളയുമെന്നോ, പൊളിച്ചിട്ട് പണിയുമെന്നോ? ആലയം പൊളിക്കുവാൻ, അത് ഇടിച്ചു കളയുവാൻ ഇവൻ ആര്? ഇങ്ങനെയും ഒരു പറ്റം ശത്രുക്കളെ ക്രിസ്തു സൃഷ്ടിച്ചു. അവരും ആഗ്രഹിച്ചു ഈ ക്രിസ്തു ഈ ഭൂമിയിൽ ഇല്ലാതാകണം. അങ്ങനെയും ഒരു കൂട്ടർ. കർത്താവായ യേശു ക്രിസ്തു അവൻ ദൈവപുത്രനാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്നുത്തരം പറഞ്ഞു കേട്ടപ്പോൾ അവിടെയും ഒരു കൂട്ടം ശത്രുക്കൾ സൃഷ്ടിക്കപ്പെട്ടു. ഇവൻ എങ്ങനെ ദൈവപുത്രനാകും? ഇവൻ യഹൂദയുടെ രാജാവോ? അവിടെയും ഒരു പറ്റം ശത്രുക്കൾ. രാജകുടുംബത്തിൽ പിറന്നവർ, രാജാവാൻ ആഗ്രഹിച്ചിരുന്നവർ, ഇന്ന് രാജാവായിരിക്കുന്നവർ, അവർ ശത്രുക്കളായി. അങ്ങനെ പരീശന്മാരും പലരും മഹാപുരോഹിതന്മാരൊക്കെയും ഇവന്റെ വാക്കുകളാൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകളാൽ, പ്രവർത്തികളാൽ ശത്രുക്കളായി. അവരെല്ലാം ഒറ്റക്കെട്ടായി ക്രിസ്തു മരിക്കണം, ഇവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണ്ട എന്ന് ആഗ്രഹിച്ചെങ്കിൽ അവരുടെ വശത്ത് നിന്ന് നോക്കിയാൽ അവരുടെ കച്ചവടം തകരുന്നു, അവരുടെ വാക്കുകൾ ആരും ശ്രവിക്കാതെ പോകുന്നു. ഇവൻ കർത്താവായ യേശുക്രിസ്തു ശബത്ത് നാളിൽ രോഗികളെ സൗഖ്യമാക്കുന്നു. മഹാപുരോഹിതന്മാർ പറഞ്ഞിരുന്നത് 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുക. ശബത്ത് നാളിൽ, 7-ാം നാൾ, ശബത്ത് നാളിൽ സ്വസ്ഥമായിരിക്കണമെന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. അതേ ദിവസം ശബത്ത് നാളിൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? മറ്റുള്ളവർ അവരെ വേറൊരു രീതിയിൽ നോക്കുന്നു. ഇവരുടെ വാക്കുകൾ അംഗീകരിക്കാതെ വരുന്നു. ഇവരൊക്കെയും ശത്രുക്കളായി മാറി. ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ഇവർക്കൊന്നും ഇഷ്ടമല്ലാതെ ഇവരുടെ വരുമാനത്തെ ബാധിക്കുന്നു, ഇവരുടെ പ്രസ്റ്റീജിനെ ബാധിക്കുന്നു, ഇവരുടെ ഇരിക്കുന്ന സ്ഥാനത്തിനെ ബാധിക്കുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവൻ മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇവർ ഉള്ളിൽ തീരുമാനിച്ചു. എന്നാൽ ചിലരുണ്ട്, അവർക്ക് അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത ചിലർ, അവരും തീരുമാനിക്കുന്നു ക്രിസ്തു മരിക്കേണ്ടതാണെന്ന്. അങ്ങനെയും ചിലരുണ്ട്. ക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണോ, ബർബാസിനെ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ബർബാസിനെ മതി എന്നൊരു കൂട്ടർ പറഞ്ഞു. അവരാരുടെയും പക്ഷത്തുള്ളവരൊന്നുമില്ല. അവരലച്ചു, അലമുറയിട്ടു, ഞങ്ങൾക്ക് ബർബാസ് മതി. യേശുക്രിസ്തുവിന് എന്താണ് പ്രത്യേകത? ശരിയല്ലേ? വീടോ നാടോ കൂടുമില്ലാതെ അവൻ എവിടാ ജനിച്ചത്? പഴത്തൊഴുത്തിൽ ഒരു തച്ചൻ്റെ മകൻ. പേര് പോലും നല്ലതാണോ? യേശു. യേശു അച്ചായെന്ന് കണ്ടും വിളിക്കാൻ കൊള്ളുമോ?
യേശു ചേട്ടാ എന്ന് വിളിക്കാൻ കൊള്ളൂ. പേര് പോലും, നല്ലൊരു പേര് പോലും ക്രിസ്തുവിനില്ലായിരുന്നു, യേശു ക്രിസ്തുവിനില്ലായിരുന്നു. ആര് പിന്താങ്ങും? അതോ ബറബ്ബാസ്, എന്തോ പേരാ ഇന്ന് പേരുകളൊക്കെ. അച്ഛൻ്റെ അമ്മയുടെ ആ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമായിട്ടെന്ന്. ജനാർത്തുലസ്റ്റു, ഞങ്ങൾക്ക് ബറബ്ബാസ് മതി, യേശു വേണ്ട, ഒന്നിനും കൊള്ളാത്തവൻ. അവർക്ക് ബറബ്ബാസ് ആയിരുന്നു ആവശ്യം, യേശു അല്ലായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞതിൽ പലരും ഇവർക്ക് അവിടെയും ഇല്ല ഇവിടെ ഇവർ ഉഷ്ണവന്മാരുമല്ല, ഇവരൊരു മിത്ത് ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ചില വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടല്ലോ ഈ ഫോർവേഡ് ചെയ്യുന്നവരെ പോലെ അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളൊന്നുമില്ല. ഉണ്ടെങ്കിലും ബുദ്ധിമാന്മാരാണെങ്കിൽ അവർ അഭിപ്രായങ്ങളൊന്നും അവരുടെ കാര്യങ്ങളൊന്നും അവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ഇടില്ല. അവരേതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവരിടത്തില്ല, അവർ ഫോർവേഡ് ചെയ്യും. ഫോർവേഡിൽ മഹാന്മാരാണ് ഇവിടെ. അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നതൊക്കെ എടുത്ത് ഫോർവേഡ് ഇട്ട് ഒരു കളിക്കുക. ഏതെങ്കിലും ഒരുത്തിന് ഈ ഗ്രൂപ്പിൽ എന്തെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്യുന്നവനുണ്ടെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ ആ ഗ്രൂപ്പിൽ അവൻ്റെ ഒരു പ്രോഗ്രാം, ഒരു വീഡിയോ എന്തെങ്കിലും എഴുതുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പുറത്ത് ഇവർ ഈ ഫോർവേഡുകാർ അടിച്ച് അതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടിടും. എന്തിനാണെന്നറിയാമോ? ആദ്യത്തവൻ്റേത് അമുങ്ങിപ്പോട്ടെ എന്ന് കണ്ടു. ഇവിടെ ക്രിസ്തുവിനെയും ഈ ഫോർവേഡുകാരെ പോലെ കുറേ പേരുണ്ട്. ക്രിസ്തുവിനെ ക്രൂശിക്ക എന്നലച്ച ചില ഫോർവേഡുകാർ സ്വന്തമായിട്ട് അഭിപ്രായമൊന്നുമില്ല, പാവങ്ങളാ, ബുദ്ധിമാന്മാരുമാണ്, അങ്ങനെയുണ്ട്. പക്ഷേ ഇവരെല്ലാം ക്രിസ്തുവിൻ മരിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ അവർക്കെല്ലാം അതിൻ്റെതായ കാരണങ്ങളുണ്ട്, വശങ്ങളുണ്ട്, ചിന്തയുണ്ട്, ചിന്താഗതികളുണ്ട്. പക്ഷേ യൂദാസേ, നീ എന്തേ ഇങ്ങനെയായി? ഒരു ചുംബനം കൊണ്ട് നീ ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തില്ലേ? എന്തിൻ്റെ കുറവായിരുന്നു യൂദാസേ ക്രിസ്തു നിനക്ക് ചെയ്തത്? 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോൾ 12 കുട്ട അധികം വന്നു. ആ 12 കുട്ടയിൽ ഒരെണ്ണം നിന്റേതല്ലായിരുന്നു, നിനക്കും ഭാഗം തന്നില്ലേ? എന്തിനെ യൂദാസേ നീ ഇങ്ങനെ ചെയ്തു? ചുംബനം കൊണ്ട് കൂടെ നടന്നിട്ട് കുതികാൽ വെട്ടി. യൂദാസേ നീ എന്തേ ഇങ്ങനെ? ഒരു കൊട്ട മാറ്റിവെച്ചത് മാത്രമല്ല, മറിയ സ്വച്ഛജടമാംസി തൈലം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദങ്ങളിൽ പൂകി സ്വന്തം മുടിയാൽ ഒപ്പിയപ്പോൾ നീ അവിടെ നിന്ന് വാചമടിച്ചു. നീയും ആ മുറിയിൽ ഉണ്ടായിരുന്നു, ക്രിസ്തുവിൻ്റെ ഒപ്പം ഇല്ലായിരുന്നോ? നിനക്ക് ആ മുറിയിൽ തന്നെ ഒരു സ്ഥാനം ക്രിസ്തു തന്നിരുന്നില്ലേ? അവൻ്റെ പോക്കിലും വരവിലും ഊണിലും ഉറക്കത്തിലും എല്ലാം നിന്നോടൊപ്പം നിന്നെ അവൻ കൂട്ടിയിരുന്നില്ലേ? യൂദാസേ, പിന്നെയും നീ എന്തേ ഇങ്ങനെയായിപ്പോയി? കൂടെ നടന്ന നീ. അവരൊക്കെ ക്രിസ്തു മരിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യങ്ങളുണ്ടായിരുന്നു, അവരുടെ കാരണങ്ങളുണ്ടായിരുന്നു, അവർക്ക് നഷ്ടങ്ങളുണ്ടായപ്പോൾ മരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചെങ്കിൽ അത് തെറ്റല്ല. പക്ഷെ നീയോ യൂദാസേ, നീ എന്തേ ഇങ്ങനെയായിപ്പോയി? എല്ലാറ്റിലും നിന്നെ കൂടെ നിർത്തി 12 പേരെ തിരഞ്ഞെടുത്തപ്പോൾ എല്ലാം മുന്നമേ അറിയുന്ന കടലിനടിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മത്സ്യത്തിൻ്റെ വയറ്റിൽ ദ്രഹ്മപ്പണമുണ്ടെന്ന് തിരിച്ചറിയുന്ന ക്രിസ്തു നീ ആരെന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടും നിന്നെ കൂടെ കൂട്ടി. യൂദാസേ, ഇസ്കരിയോത്ത് യൂദാസേ, നീ എന്തേ ഇങ്ങനെയായിപ്പോയി? ഇങ്ങനെ ചിലരുണ്ട്, പല പ്രസ്ഥാനങ്ങളിലും അവർ കാണും. അവർ ഈ പണസഞ്ചിയും കൊണ്ടാണ് നടക്കുന്നത്. ഇവിടെ യൂദാസും പണസഞ്ചി, ഫിനാൻഷ്യൽ മിനിസ്റ്ററായിരുന്നല്ലോ എല്ലാ കാര്യത്തിലും. പ്രസ്ഥാനങ്ങളിലും ഉണ്ട്, നല്ല നല്ല പ്രസ്ഥാനങ്ങൾ, വളരേണ്ട പ്രസ്ഥാനങ്ങൾ, ആത്മീയ പ്രസ്ഥാനങ്ങളിലും ഇതുപോലൊരു യൂദാസ് കാണും. മാന്യനായി ഒപ്പത്തിനൊപ്പം കൂട്ടത്തിൽ കാണും. പക്ഷേ തക്ക സമയത്ത് അവൻ ഒരു ചുംബനം കൊണ്ട് ഒരുപക്ഷെ പുരോഗതിയാണെങ്കിലും ഈ പ്രസ്ഥാനം വളരാതിരിക്കാനുള്ള എല്ലാ കാരണത്തിനും വഴികാട്ടിയ ഈ ശത്രുക്കൾക്ക് മുൻപിൽ മറ്റൊരുത്തിനെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യം വരില്ല. ഈ യൂദാസ് നമ്മളോടൊപ്പം കാണും, സൂക്ഷിക്കുക. യൂദാസേ, നീ എന്തേ ഇങ്ങനെ? നീ കാരണം ക്രിസ്തുവിന്റെ തലയിൽ മുൾമുടി വെച്ചില്ലേ? യൂദാസേ, നീ എന്തേ ഇങ്ങനെ? നീ മുഖാന്തരം ക്രിസ്തുവിന്റെ കൈകളിലേക്ക് കൈകളിലേക്ക് ആണിയടിച്ചു കയറ്റിയില്ലേ? യൂദാസേ, എന്തിനായിരുന്നു ഇങ്ങനെ? നീ എങ്ങനെ ഇങ്ങനെയായി? യൂദാസേ, ഒപ്പത്തിനൊപ്പം നെഞ്ചോട് നെഞ്ചു ചേർത്ത് ചൂടോട് ചൂടറിഞ്ഞ് നിന്നെ കൊണ്ടു നടന്നില്ലേ?
യൂദാസേ, നീ എന്തേ ഇങ്ങനെയായി? നീ കാരണം അവന്റെ ശരീരത്തിൽ നിന്നും രക്തത്തുള്ളികൾ അടർന്നു പോയപ്പോൾ എല്ലാ ശിഷ്യന്മാരും ഓടിക്കളഞ്ഞു. അക്കൂട്ടത്തിൽ നീ ഓടി. നിനക്കാവശ്യം രക്തനിലമായിരുന്നു, അല്പപ്പറം പലട, അല്പം വസ്തു. യൂദാസേ, നീ എന്തേ ഇങ്ങനെ? പൊതുസമൂഹത്തിലും പല പല യൂദാസുമാരുമുണ്ട്. അറിയില്ല, കൂടെ നിന്നാൽ ഒരു ചുംബനം, അവൻ്റെ ഈ ചുംബനം സ്നേഹചുംബനമെന്ന് നമ്മൾ ധരിക്കുന്നെങ്കിൽ പല പ്രസ്ഥാനങ്ങളും ഇല്ലാതാക്കുന്ന ഇതുപോലുള്ള യൂദാസുമാർ കൂട്ടത്തിൽ കാണും. ഏറ്റവും കൂടുതൽ യൂദാസുമാർ പ്രവർത്തിക്കുന്നത് പൗരോഹിത്യത്തിനും ചില പാസ്റ്റർമാർക്കും പുരോഹിതന്മാർക്കും എതിരായിട്ടാണ്. സഭയും സഭായങ്ങളും വളർന്നു വരുമ്പോൾ, ആത്മീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വരുമ്പോൾ ചുംബനം കൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു പറ്റം യൂദാസുമാർ ഇന്നും ഉണ്ടെന്ന് പറയുന്നതിൽ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഉണ്ട്. യൂദാസേ, നീ എന്തേ ഇങ്ങനെയായി? ഇന്നത്തെ യൂദാസേ, നീ എന്തേ ഇങ്ങനെ? ഇന്നത്തെ യൂദാസേ, നിങ്ങളോടാ പറഞ്ഞത്. ഒന്ന് കേട്ടിട്ട് പോ. നിങ്ങൾ യൂദാസാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഒന്ന് കേട്ടിട്ട് പോ. ഞാൻ മുല്ലത്തറ ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ, ഭോപ്പാൽപുര.